ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ജോഗ്രഫി പോർഷൻ ആണ്. ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റേറ്റീവ് എക്സാംസിനകത്ത് റെഗുലറായിട്ട് ചോദ്യം വരുന്ന ഒരു പാർട്ടാണ് ഫിസിക്കൽ ജോഗ്രഫിയിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന പാർട്ട്. ഇതിന്റെ ഫസ്റ്റ് ലെക്ചറിനകത്ത് നമ്മൾ ഇന്ത്യൻ ഓഫ് ദി എർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അതിനകത്ത് സെക്കൻഡ് പാർട്ട് ലിത്തോസ്ഫിയറിനെ പറ്റി അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന്റെ കോമ്പോസിഷനെ പറ്റിയൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് KTU-S5 ഡിസാസ്റ്റർ മാനേജ്മെന്റിനകത്തുള്ള മൊഡ്യൂൾ 1 വളരെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിന് ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ ഇന്ത്യൻ ഓഫ് ദി എർത്ത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്, അതുപോലെ തന്നെ ക്രസ്റ്റ്, മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. അപ്പൊ അതിനകത്ത് ക്രസ്റ്റും അപ്പർ മാൻഡിലൂടെ കൂടിച്ചേരുന്ന ഒരു ഔട്ടർ മോസ്റ്റ് സോളിഡ് ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ലിത്തോസ്ഫിയറിനെ നമുക്ക് രണ്ടായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഓഷ്യാനിക് ലിത്തോസ്ഫിയറും ഉണ്ട്, ഓഷ്യാനിക് ലിത്തോസ്ഫിയറും ഉണ്ട്, കോണ്ടിനെന്റൽ ലിത്തോസ്ഫിയറും ഉണ്ട്. കോണ്ടിനെന്റൽ ലിത്തോസ്ഫിയറിന് തിക്നെസ് കൂടുതലാണ്, ഡെൻസിറ്റി കുറവാണ്. ദെൻ ഓഷ്യാനിക് ലിത്തോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം തിക്നെസ് കുറവാണ്, പക്ഷേ ഡെൻസിറ്റി കൂടുതലാണ്. ഇനി നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയർ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്, ക്രസ്റ്റും മാൻഡിലും ഉണ്ടെന്ന് പറഞ്ഞു. ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. സോ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 മുതൽ 70 കിലോമീറ്റർ വരെയാണ് തിക്നെസ് വരിക. തിക്നെസ് ഓഷ്യാനിക് ക്രിസ്റ്റലും കോണ്ടിനെന്റൽ ക്രിസ്റ്റലും വ്യത്യാസമുണ്ടാവും. കാരണം കോണ്ടിനെന്റൽ ക്രിസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് കൂടുതലാണ്. ദെൻ അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത് മാൻഡിലിന്റെ, അതായത് ക്രസ്റ്റിന് തൊട്ട് താഴെ മാൻഡിലിന്റെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് അപ്പർ മാൻഡിൽ എന്ന് പറയുന്നത്. ഈ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ കൂടി ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ദെൻ ലിത്തോസ്ഫിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ലിത്തോസ്ഫിയർ ഈസ് റിജിഡ് ആൻഡ് ബ്രിട്ടിൽ. റിജിഡ് ആണ്, ബ്രിട്ടിൽ ആണ്. ക്യാൻ ബ്രേക്ക് ഓർ ഫ്രാക്ചർ അണ്ടർ സ്ട്രെസ്. ദാറ്റ് മീൻ ബ്രിട്ടിൽ ഇൻ ദ സെൻസ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായി, ഒരു വളരെ ഹെവി ഫോഴ്സ് ഇൻസേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഫോർ ഹെവി സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് വരുന്ന സമയത്ത് ഈ ലിത്തോസ്ഫിയറിന് ബ്രേക്ക് ചെയ്യാം. ലിത്തോസ്ഫിയറിൽ എന്തുണ്ട്, ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലേറ്റ്സ്, അതായത് പ്ലേറ്റുകൾ കൂടിച്ചേർന്നാണ്. പ്ലേറ്റ് ടെക്ടോണിക്സിനകത്ത് ഡിഫറെന്റ് പ്ലേറ്റുകൾ കൂടിച്ചേർന്നാണ് എർത്തിന്റെ ലിത്തോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. 7 മേജർ പ്ലേറ്റുകളും അതുപോലെ മൈനർ പ്ലേറ്റുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ യൂറേഷ്യൻ പ്ലേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അങ്ങനെയുള്ള മേജർ പ്ലേറ്റുകൾ എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. സോ ദെൻ തെർമൽ കണ്ടക്ടിവിറ്റി, ലിത്തോസ്ഫിയറിന്റെ കാര്യം എടുത്താൽ ലിത്തോസ്ഫിയറിനകത്ത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണുള്ളത്. പക്ഷെ നമ്മൾ താഴോട്ട് വരുമ്പോൾ കണ്ടത് ഔട്ടർ കോറിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ ഔട്ടർ കോറിനകത്ത് അയൺ ആൻഡ് നിക്കൽ ആണുള്ളത്. സോ ഹൈ ടെമ്പറേച്ചർ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ദേ ആർ വെരി ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമാകുന്നത്. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കിയാൽ ഈ എന്താ പറയുക, ലിത്തോസ്ഫിയറിന്റെ കേസിൽ ലിത്തോസ്ഫിയർ ഹാവ് വെരി ലോ തെർമൽ കണ്ടക്ടിവിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ റിട്ടൈൻ ഹീറ്റ് ഓർ മെയിൻറ്റെയിൻ സിഗ്നിഫിക്കന്റ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. അതായത് ഇവയ്ക്ക് എന്താണ്, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്, ദേ ആർ ലെസ് ഹീറ്റ് തെർമൽ കണ്ടക്ട്, ടെമ്പറേച്ചർ വളരെ ഈസി ആയിട്ട് ഇവർ കണ്ടക്ട് ചെയ്യത്തില്ല. ദെൻ ലിത്തോസ്ഫിയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 മുതൽ 3.3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരെ ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചർ, ബേസിക്കലി നമ്മൾ പറഞ്ഞു ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്, അതായത് സെവറൽ ലാർജ് നമ്പർ ഓഫ് പ്ലേറ്റുകൾ ദാറ്റ് ഫ്ലോട്ട് ഓൺ ദ മോർ ഫ്ലൂയിഡ് ലെയേഴ്സ് ബിലോ. അതായത് നമ്മൾ പറഞ്ഞു താഴോട്ട് പോകും തോറും ഔട്ടർ കോറിലേക്ക് എത്തുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിസ്കസ് സ്റ്റേറ്റിലായിരിക്കുന്നത്. ആ വിസ്കസ് സ്റ്റേറ്റിലുള്ള ലെയറുകളുടെ മുകളിൽ ഇങ്ങനെ എന്താണ് ഫ്ലോട്ട് ചെയ്യുന്ന പ്ലേറ്റുകൾ, ടെക്ടോണിക് പ്ലേറ്റുകളുണ്ട്. ആ ഡിഫറെന്റ് ടെക്ടോണിക് പ്ലേറ്റുകളായിട്ടാണ് ലിത്തോസ്ഫിയർ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് 7 മേജർ പ്ലേറ്റുകളും പിന്നെ മൈനർ പ്ലേറ്റുകളുമാണ് ഉള്ളത്. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പ്ലേറ്റുകൾ നോക്കിയാൽ പ്ലേറ്റുകൾ കൂടി ചേർന്ന്, ഫോർ എക്സാമ്പിൾ 2 ഡിഫറെന്റ് പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ ആ 2 ഡിഫറെന്റ് പ്ലേറ്റുകൾ കൂടി ചേരുന്നിടത്ത് ഒബ്വിയസ്ലി ബൗണ്ടറി ഉണ്ടാവും. ആ പർട്ടിക്കുലർ ബൗണ്ടറി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സിഗ്നിഫിക്കന്റ് ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആ ബൗണ്ടറിയിൽ ഉണ്ടാവാൻ സാധ്യത. ഫോർ എക്സാമ്പിൾ എർത്ത് കേക്കുകൾ, കാരണം ഈ പ്ലേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകലുവോ അല്ലെ കൂട്ടിമുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് എർത്ത് കേക്കുകൾ, വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 പ്ലേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 പ്ലേറ്റുകൾ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന്റെ, ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡിന്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവ തമ്മിൽ ഒരു അകലം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി താഴെയുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്ന മുകളിലേക്ക് വരും. അതാണ് എന്തിന് കാരണമാകുന്നത്, ഈ പറയപ്പെടുന്ന വോൾക്കാനിക് എറപ്ഷന് കാരണമാകുന്നത്. ഇനി നേരെ മറിച്ച് എർത്ത് എങ്ങനെ സംഭവിക്കാം, ഈ 2 പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു. 2 പ്ലേറ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ സം സ്ട്രെസ് അല്ലെ ചേഞ്ചുകൾ സംഭവിക്കും. അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ മുകളിലുള്ള സർഫസിലും അനുഭവിക്കും. ആ ഒരു ഷേക്കാണ് നമുക്ക് എർത്ത് ക്വേക്ക് ആയിട്ട് ഫീൽ ചെയ്യുക. ക്ലിയർ? അതല്ലെങ്കിൽ മൗണ്ടൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അപ്പൊ കൂട്ടിമുട്ടി കഴിയുമ്പോൾ നേരെ മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞാൽ സോ
എന്താണ് ഒരു എൻലാർജ്മെന്റ് ഓഫ് ദറ്റ് പർട്ടിക്കുലർ ഏരിയ സംഭവിക്കാം. അതിന്റെ ഫലമായിട്ട് മൗണ്ടൻ ബിൽഡിങ്ങുകൾ ജനറേറ്റ് ചെയ്യപ്പെടാം. സോ അങ്ങനെ പ്ലേറ്റുകളുടെ മൂവ്മെന്റിന്റെ കാരണം, പ്ലേറ്റിന്റെ മൂവ്മെന്റുകളുടെ മൂലം ഡിഫറെന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീച്ചേഴ്സ് എർത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടാം. സോ നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ടത് പ്ലേറ്റുകളുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് 3 ഡിഫറെന്റ് മൂവ്മെന്റുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡൈവേർജന്റ് മോഷൻ, രണ്ടാമത്തേത് കൺവേർജന്റ് മോഷൻ, മൂന്നാമത്തേത് ട്രാൻസ്ഫോം മോഷൻ. അപ്പൊ എന്താണ് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇത് 2 പ്ലേറ്റ് ആണെന്ന് വിചാരിക്കും. ഈ 2 പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോവുകയാണെങ്കിൽ, ഈ 2 പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോയി കഴിഞ്ഞാൽ ഇതിനിടയിൽ ഒരു പുതിയ റീജിയൻ ജനറേറ്റ് ചെയ്യപ്പെടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. സോ സച്ച് എ മോഷൻ ക്യാൻ ബി കോൾഡ് ആസ് ഡൈവേർജന്റ് മോഷൻ. അപ്പൊ ഈ ഡൈവേർജന്റ് മോഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവയ്ക്കിടയിൽ പുതിയൊരു ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. സോ അപ്പൊ എന്താണ്, ഇഫ് ദ പ്ലേറ്റ്സ് ആർ മൂവിംഗ് അപ്പാർട്ട് ഫ്രം ഈച്ച്, ദ പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് അപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ഇവ തമ്മിൽ ഒരു പുതിയ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. സോ അപ്പൊ എന്ത് നമുക്ക് പറയാൻ പറ്റും, ഡൈവേർജന്റ് ബൗണ്ടറി. അപ്പൊ ഇതെന്താ, ഈ ഒരു 2 പ്ലേറ്റുകൾ തമ്മിൽ ഡൈവേർജന്റ് മോഷൻ സംഭവിച്ചു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയെ നമുക്ക് ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് വിളിക്കാം. ഡൈവേർജന്റ് ബൗണ്ടറിയിൽ എന്തുണ്ടാവുന്നു, പുതിയ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ന്യൂ ക്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വാട്ട് ഈസ് കോൾഡ് കൺവേർജന്റ് മോഷൻ. കൺവേർജന്റ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ കൂടിച്ചേരുന്നതാണ് കൺവേർജൻസ്. അപ്പൊ ഈ പ്ലേറ്റുകളും എന്ത് ചെയ്യുന്നു, പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ റിസൾട്ടിങ് ഇൻ, ഇവ രണ്ടുകൂടെ എന്താണ്, കൂട്ടിമുട്ടുന്നു. സോ വൺ പ്ലേറ്റ് ഫോഴ്സ്ഡ് ബെനീത്ത് ദി അതർ. വാട്ട് മീൻസ് വാട്ട്, 2 സാധനം തമ്മിൽ കൂട്ടിമുട്ടി എന്ത് സംഭവിക്കും, ഇവ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ, ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റുള്ളതിന് മുകളിലേക്ക് കയറും. സോ വൺ ഫോഴ്സ് വിൽ ബി ഫോഴ്സ്ഡ് ഓവർ ദി അതർ. അതർവൈസ് എന്ത് സംഭവിക്കും, 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ബ്രേക്കേജ് അല്ലെ ക്രംബ്ലിംഗ് സംഭവിക്കും. സോ നമുക്ക് 2 പ്ലേറ്റ് ഒരിടത്ത് ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് സംഭവിക്കും, ഒരു പ്ലേറ്റുകൾക്ക് ഇങ്ങനെ ഒരു എൻലാർജ്മെന്റ് സംഭവിക്കും. കറക്റ്റ്, റൈറ്റ്. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എറപ്ഷൻ വേണമെങ്കിലും സംഭവിക്കാം. അതാണ് കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് ഡൈവേർജന്റ് ബൗണ്ടറി. ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് 2 പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ, 2 പ്ലേറ്റുകൾ, ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഒരു പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് മൂവ്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് ലൈക്ക് സ്ലൈഡ് ഓവർ, അതായത് പാരലൽ ടു ഈച്ച് അതർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നു. അപ്പൊ ഈ തെന്നി മാറുമ്പോൾ ഒന്നെങ്കിൽ ഈ 2 പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഫക്ട് ചെയ്യാതെ ഒരെണ്ണം മുമ്പോട്ടും ഒരെണ്ണം പുറകോട്ടും പോകും, അല്ലെങ്കിൽ ഈ തെന്നി മാറുമ്പോൾ ഈ ബൗണ്ടറിയിൽ എന്ത് സംഭവിക്കാം, ബൗണ്ടറിയിൽ ഡിസ്ട്രക്ഷൻസ് സംഭവിക്കാം. സോ 2 പോസിബിലിറ്റി ഉണ്ട്. സോ സച്ച് എ ബൗണ്ടറി ഈസ് കോൾഡ് ട്രാൻസ്ഫോം ബൗണ്ടറി. ക്ലിയർ. അപ്പം പ്ലേറ്റുകളുടെ മൂവ്മെന്റ് അത് ഡൈവേർജന്റ് ബൗണ്ടറി ഉണ്ടാവാം, കൺവേർജന്റ് ബൗണ്ടറി ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറി ഉണ്ടാവാം. ക്ലിയർ. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ലിത്തോസ്ഫിയറിന്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കണ്ടത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ബിടെക് S5 സെമസ്റ്ററിൽ S6 സെമസ്റ്ററിൽ പഠിക്കുന്നവർക്ക് ഈ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.